नमस्ते। आज हम महादेवी वर्मा की कविता मधुर मधुर मेरे दीपक जल पढ़ेंगे। आराണ് महादेवी वर्मा എന്ന് നോക്കാം. हिंदी साहित्य के छायावादी कवियों में महादेवी वर्मा का महत्वपूर्ण स्थान है. छायावादी കവികളിൽ महादेवी വർമ്മക്ക് ഒരു പ്രധാന സ്ഥാനമാണ് ഉള്ളത്. വേ ആധുനിക മീര നാം സെ പ്രസിദ്ധ ഹെ. അവർ ആധുനിക മീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, പ്രസിദ്ധമായത്. नेहार, रश्मि, नीरज, സാന്ധ്യഗീത്, ദീപശിഖ, യാമ ആദി ഉൻകെ കാവ്യ സംഗ്രഹ് ഹെ. കാവ്യസംഗ്രഹ് എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം. ഇതൊക്കെ അവരുടെ കവിതാ സമാഹാരങ്ങളാണ്. യാമ നാമക കാവ്യ സംഗ്രഹ് പർ ഉനെ ഭാരതീയ ജ്ഞാൻപീഠ് പുരസ്കാർ മിലാ ഹെ. യാമ എന്ന് പറഞ്ഞ കാവ്യ സംഗ്രഹത്തിന്, കവിതാ സമാഹാരത്തിന് അവർക്ക് ഭാരതീയ ജ്ഞാൻപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വേ രഹസ്യവാദി കവയിത്രി ഭീ ഹെ. അവർ രഹസ്യവാദി കവിത്രി കൂടിയാണ്. രഹസ്യവാദി എന്ന് പറഞ്ഞാൽ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുക. വിരഹ്, ദുഃഖ് और വേദന ഉൻകെ കാവ്യം കി മുഖ്യ പ്രവൃത്തിയാം ഹെ. അവരുടെ കാവ്യത്തിൽ കാണുന്നത് വിരഹ്, പിന്നെ ദുഃഖ്, വേദന, ഇതൊക്കെയാണ് അവരുടെ കവിതകളിൽ കാണുന്ന പ്രധാന പ്രവൃത്തികൾ. അതുകൊണ്ട് തന്നെ അവരെ ദുഃഖ കി ഗായിക, വേദന കി ഗായിക എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് കവിത നോക്കാം. मधुर मधुर मेरे दीपक जल. इस कविता में कवित्री अपने आप से बतियाने या अपने आप को समझाने की इच्छा या आस्था का चित्रण करती है. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് മഹാദേവി വർമ്മ, കവയിത്രിയായ മഹാദേവി വർമ്മ എന്ത് ചെയ്യുകയാണ്? അപ്പിനെ ആപ്സെ ബത്തിയാനെ കി ഇച്ഛ പ്രകട് കർത്തി ഹെ. തന്നോട് തന്നെ പറയുക. അപ്പിനെ ആപ്കോ സമജ്ജാന, തന്നോട് തന്നെ മനസ്സിലാക്കിക്കുക, തൻ്റെ മനസ്സിൽ തന്നെ മനസ്സിലാക്കിക്കുക. അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ മനസ്സിനെ തന്നെ മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. വേ രഹസ്യവാദി കവിത്രി ഹെ. അവർ രഹസ്യവാദി കവിത്രിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരമാത്മാവിനെ നമുക്ക് ഏത് രൂപത്തിൽ കാണുന്നു എന്ന് നോക്കാം. പരമാത്മാക്കോ അജ്ഞാത പ്രിയതം കെ രൂപമേ മാൻതി ഹെ. ഈശ്വരനെ അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയാത്ത ഏതൊരു പ്രിയതമാണെന്ന് ഒരു വ്യക്തിയായിട്ടല്ല, അജ്ഞാതമായ ഒരു ശക്തിയായിട്ട് അജ്ഞാത പ്രിയതം കെ രൂപമേ മാൻതി ഹെ. उस अज्ञात प्रियतम को प्राप्त करने के लिए मन में प्रभु भक्ति रूपी दीपक को निरंतर जलते रहने को कहती है. അതുകൊണ്ട് ആ പരമാത്മാവിനെ, ആ അജ്ഞാതമായ പ്രിയതമിനെ പ്രാപിക്കുവാൻ വേണ്ടി മന്മേ പ്രഭുഭക്തി രൂപി ദീപക്, മനസ്സിൽ പ്രഭുഭക്തിയാകുന്ന ഈശ്വരഭക്തിയാകുന്ന ദീപം നിരന്തർ കത്തിക്കൊണ്ടേയിരിക്കുവാനാണ് പറയുന്നത്. എൻ്റെ മനസ്സിൽ എന്ത് കത്തിക്കൊണ്ടിരിക്കുക? എന്നും ഈശ്വരഭക്തിയാകുന്ന ദീപം കത്തിക്കൊണ്ടിരിക്കണം എന്നാണ് അവർ പറയുന്നത്, എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് കവിത നോക്കാം. മധുർ മധുർ മേരെ ദീപക് ജൽ. തൻ്റെ മനസ്സിനെ തന്നെ മനസ്സിലാക്കിക്കുകയാണ്. ദീപം കത്തുകയാണ്. ദീപം എൻ്റെ മനസ്സിൽ തന്നെയുള്ള ദീപമാണ് കത്തുന്നത്. അപ്പോൾ പറയുകയാണ് മധുർ മധുർ മേരെ ദീപക് ജൽ. എങ്ങനെ കത്തുക? മധുർ മധുർ ഹോകർ या मधुर मधुर दीपक जल. मेरे मधुर मधुर दीपक तू जल. നീ എന്ത് ചെയ്യൂ? तू जल. मेरे प्रिय दीपक तू जल. कैसे जलना है? युग युग प्रतिदिन प्रतिक्षण प्रतिपल. പ്രതിപൽ എന്ന് പറഞ്ഞാൽ പൽ നിമിഷം, മൊമെൻറ്റ്. പ്രതിക്ഷൺ എന്ന് പറഞ്ഞാൽ ഒരേ മീനിങ് തന്നെയാണ് പ്രതിദിൻ, ഹർ ദിൻ, ഡെയിലി. യുഗയുഗങ്ങളോളം. അപ്പോൾ ഇങ്ങനെയൊക്കെ കത്തണം. तू धीरे धीरे प्रतिपल प्रतिक्षण प्रतिदिन और युगों तक जलता रह. നീ ഇങ്ങനെ കുറേ വർഷങ്ങളോ യുഗങ്ങളോളം കത്തിക്കൊണ്ടേയിരിക്കൂ. ഇനി എന്താണ് ഇതിങ്ങനെ പറയാൻ കാരണം? പ്രീതം കാ പദ് ആലോകിത് കർ. ഇതിലൂടെ പ്രിയതമിൻ്റെ മാർഗം, ഇസ്സേ മേരി പ്രിയതം കാ അജ്ഞാത പ്രിയതം കോ ഉസ്സേ പ്രകാശ് മിൽത്താ രഹേ. അതുകൊണ്ട് അതിൽ നിന്നും ദീപം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും പ്രിയതമിൻ്റെ പദ് എന്ന് പറഞ്ഞാൽ മാർഗം, വഴി. ആലോകിത് കർണ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. അപ്പോൾ തൻ്റെ പ്രിയതമിൻ്റെ മാർഗം, ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അപ്പം ദീപം കത്തുന്നതിലൂടെ എൻ്റെ മനസ്സിങ്ങനെ കത്തി എരിയുകയാണ്. അതിലൂടെ ഭക്തിയിലൂടെ ഈശ്വരനിലേക്കുള്ള മാർഗം, ഈശ്വരനിലേക്കുള്ള വഴി പ്രകാശിക്കട്ടെ എന്ന് പറയുന്നു.
അപ്പം മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുകയും കൂടി ചെയ്യണം. ഇനി അടുത്ത സ്റ്റാൻസ നോക്കുക. സൗരഭ് ഫൈല വിപുൽ ധൂപ് ബൻ മൃദുൽ മോംസ ധുൽ രേ മൃദു തൻ. സൗരഭ്, സൗരഭ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. സുഗന്ധം ഫൈലാന വ്യാപിപ്പിക്കുക. വിപുൽ എന്ന് പറഞ്ഞാൽ ബഡ വിസ്തൃത്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസെൻസ് സ്റ്റിക്ക്, ഇങ്ങനെ കത്തുന്ന ധൂമ്രപാൻ എന്നൊക്കെ പറഞ്ഞാൽ കത്തുവാനുള്ള ഇൻസെൻസ് സ്റ്റിക്സ്, ഇപ്പോൾ ഊതുബത്തിയോ അല്ലെങ്കിൽ കർപ്പൂരം വല്ല മറ്റുള്ള ഈ സുഗന്ധമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ കത്തിക്കുകയാണ്. അപ്പം അതിനാണ് ധൂപ്പ് എന്ന് പറയുക. അപ്പം മഹാദേവി വർമ്മ कहती है, हे भक्तिरूपी दीपक तू अपनी महिमा से അപാര മോഹക് സുഗന്ധിത് ധൂപ്പ്. ധൂപ്പ് എങ്ങനെയുള്ളതാണ്? സുഗന്ധം പരത്തുന്നതായ, സൗരഭ്യം പരത്തുന്നതായ ധൂപ്പാണ്. അപ്പം നീ ധൂപ്പ് ആയിക്കൊണ്ട് ഇങ്ങനെയുള്ള സുഗന്ധം പരത്തുന്ന ഒരു ഉതുബത്തി പോലെയുള്ള സാധനം എന്തെങ്കിലും, അപ്പം അങ്ങനെ ആയിക്കൊണ്ട് നീ കത്തു, സുഗന്ധം പരത്തു എന്നാണ് പറയുന്നത്. തൂ അപ്നി മഹിമാസേ മോഹക്, മോഹക എന്ന് പറഞ്ഞാൽ ആകർഷക എന്നാണ്. ആകർഷക സുഗന്ധിത് ധൂപ്പ് ബഞ്ച. അപ്നി മോഹക് ഖുഷ്ബു ചാരോമോർ ഫൈലാദി. നീ എന്ത് ചെയ്യുക? തൻ്റെ ഖുഷ്ബു എന്ന് പറഞ്ഞാലും സുഗന്ധം എന്നതിനാണ്. മോഹക് ഖുഷ്ബു ആകർഷകമാകാൻ, മറ്റുള്ളവരെ ആകർഷിക്കുന്നതായ സുഗന്ധം 4 ഭാഗത്തും പരത്തു. അപ്പം അതിലൂടെ ഇൻസെൻസ് സ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധമുള്ളതാണ്. കത്തിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും സുഗന്ധം കിട്ടുന്നതാണ്. തൂ സ്വയം സുഗന്ധിത് ഹോ ജാ ഔർ ദൂസരോം കോ ഭി സുഗന്ധ് പ്രദാൻ കരേം. അപ്പോൾ ഇതിലൂടെ നീയും സുഗന്ധം ഉള്ളതാവുക, മറ്റുള്ളവർക്കും സുഗന്ധം നൽകുക. മൃദുൽ മോംസ ധുൽ രേ മൃദു തൻ. മൃദു തൻ എന്ന് പറഞ്ഞാൽ ശരീർ. अपना मृदु तन कोमल शरीर, नरम कोमल शरीर, तो अपने इस नरम कोमल शरीर को മൃദുൽ മോം സ. മോം എന്ന് പറഞ്ഞാൽ മോംബത്തി, കാൻഡിൽ സ്റ്റിക്സ് ആണ്. അപ്പോൾ കാൻഡിലിൻ്റെ പ്രത്യേകത എന്താ? കാൻഡിൽ കത്തിച്ച് കഴിഞ്ഞാൽ അത് കത്തി ഉരുകി തീരുന്നു. അപ്പോൾ ആ കത്തുമ്പോൾ മറ്റുള്ളവർക്ക് 4 ഭാഗത്തും പ്രകാശം പരത്തുകയും ചെയ്യുന്നു. അപ്പം മറ്റുള്ളവർക്ക് പ്രകാശം കിട്ടുന്നു, സ്വയം ഉരുകിത്തീരുകയും ചെയ്യുന്നു. അതാണ് മോംബത്തി. അപ്പം കവയിത്രി പറയുകയാണ്, തൻ്റെ ഹൃദയത്തോട്, തൻ്റെ മനസ്സുള്ള ദീപകത്തോട് പറയുകയാണ്, തൂ അപ്പിനെ ഇസ് നരം കോമൾ ശരീർ കോ മോംബത്തി കെ സമാൻ പിഘലാദേ. എൻ്റെ ശരീരത്തെ, കോമളമായ ശരീരത്തെ മോംബത്തി പോലെ, കാൻഡിൽ സ്റ്റിക്സ് പോലെ പിഘലാദേം. പിഘലാന എന്ന് പറഞ്ഞാൽ ധുലാദേം. ഘുലാന എന്ന് പറഞ്ഞാൽ ഘോൽന അലിയുക ആണ്. ഘോൽന അലിയുക, അലിയിക്കൂ. ഘുലാദേം വേറൊരു വേർഡ് ആണ് പിഘലാന. പിഘലാന എന്ന് പറഞ്ഞാൽ അലിയിക്കുക, ഉരുക്കുക എന്നാണ്. എൻ്റെ ശരീരത്തെ ഉരുക്കൂ, അലിഞ്ഞലിഞ്ഞ് തീരട്ടെ, മെൽറ്റാവട്ടെ. മോംബത്തി മെൽറ്റാവുന്നത് പോലെ എൻ്റെ മൃദുലമായ ശരീരവും എന്താവട്ടെ, മെൽറ്റായിട്ട് തീരട്ടെ, ഉരുക്കി തീരട്ടെ. അതായത് മേരെ മന്മേം കവിത്രിയുടെ ആശയം എന്താണെന്ന് നോക്കാം. ഇസ്ക ആശയ ഹേ കി തൂ അപ്നി കോമൾ ഭാവനാവും കോ പരമാത്മാ കെ ചരണോ മേ അർപ്പിത് ഹോ ജാ. മനസ്സോട് പറയുകയാണ്, മനസ്സാകുന്ന ദീപത്തോട് പറയുകയാണ്, ആഗ്രഹമാകുന്ന ദീപത്തോട് പറയുകയാണ്, നീ എന്ത് ചെയ്യുക? നിൻ്റെ കോമൾ ഭാവനാവും കോ പരമാത്മാക്കെ ചരണോമേ അർപ്പിത് ഹോ ജാ. നീ തൻ്റെ കോമളമായ ഭാവത്തെ, നല്ല നല്ല ചിന്തകളെ എന്ത് ചെയ്യുക? പരമാത്മാവിൻ്റെ ചരണങ്ങളിൽ അർപ്പിക്കുക. തൻ്റെ കോമളമായ മൃദുലമായ വികാരത്തെ എന്ത് ചെയ്യുക? അർപ്പിക്കുക. വികാരത്തെ ഇല്ലാതെയാക്കുക, അർപ്പിക്കുക. ദൈവത്തിൻ്റെ കീഴിൽ കാൽക്കൽ അർപ്പിക്കുക എന്നാണ് കവിയത്രി ഇതിലൂടെ പറയുന്നത്. ഇനി അടുത്ത വരി നോക്കുക. ദേ പ്രകാശിക സിന്ധു അപരിമിത്. പരിമിതി നഹി ഹേ, ലിമിറ്റ്ലെസ് ആണ്, അത്യധികം കൂടുതൽ, വളരെ കൂടുതലാണ്, പരിമിതി ഇല്ലാത്തതാണ്. എന്തു പറഞ്ഞു? ദേ പ്രകാശിക സിന്ധു. സിന്ധു എന്ന് പറഞ്ഞാൽ അർത്ഥം സമുദ്രം എന്നാണ്, സാഗർ. തു ചാരോം ഓർ അപരിമിത്
या अनंत सागर रूपी, അനന്ത് സാഗർ കാ അന്ത് നഹി ഹെ, അനന്ത് ഹെ, അന്തില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്, എൻലെസ് ആണ്. അപ്പോൾ അനന്ത സാഗർ രൂപി അസീമ പ്രകാശ് ഫൈലാകർ സ്വയം ജൽത്താരഹ്. നീ എന്ത് ചെയ്യൂ, അപരിമിതമായ ലിമിറ്റ്ലെസ്സായ സമുദ്രം പോലെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അത്യധികം പ്രകാശം ചൊരിയൂ. അപ്പം ദീപത്തോട് പറയുകയാണ് അത്യധികം പ്രകാശം ചൊരിയൂ. അടുത്ത വരി തേരെ ജീവൻ കാ അണു ഗൽ ഗൽ. ഗൽന എന്ന് പറഞ്ഞാലും പിഘൽന ഉരുകുക അല്ലെ അലിയുക എന്ന് തന്നെയാണ് അർത്ഥം. തൂ അപ്പിനെ ജീവൻ കെ അണുക്കോ യാ കണു കണുക്കോ പിഘലാതെ. മോംബത്തി എന്ത് ചെയ്യുന്നുണ്ട്, നീ ജീവിതത്തിൻ്റെ ഓരോ കണങ്ങളും ഓരോരോ അണുക്കളും അണുവും അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ അതിന് ഓരോ കണത്തെയും എന്ത് ചെയ്യുക, ഉരുക്കുക അല്ലെ അലിയിച്ച് കളയുക. മോംബത്തി എന്ത് ചെയ്യുകയാണ്, മോംബത്തി സ്വയം ജൽകർ ചാരോ മോർ പ്രകാശ് ഫൈലാത്തെ സ്വയം പിഘൽ ജാത്താ ഹെ. മോംബത്തി 4 ഭാഗത്തും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് സ്വയം ഉരുകി തീരുകയാണ്. പുളക് പുളക് മേരെ ദീപക് ജൽ. പുളക് പുളക് പുളകിത് ഹോന, रोमांचित होकर मेरे दीपक जल, मेरे दीपक तू जल. कैसे जलना है, तू प्रसन्न होकर और रोमांचित होकर जलता रह, കത്തിക്കൊണ്ടേയിരിക്കൂ. जिससे परमात्मा रूपी मेरे प्रीतम का पद പ്രകാശിത് ഹോ ജായം. അതിലൂടെ ഇങ്ങനെ തുടർച്ചയായി കത്തിക്കൊണ്ടിരുന്ന, രോമാഞ്ചിതമായി സന്തോഷത്തോടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നാൽ പരമാത്മാരൂപി മേരെ പ്രിയതം കാ പദ് പ്രകാശിത് ഹോ ജായം, എൻ്റെ പരമാത്മാ ആകുന്ന പ്രിയതമിൻ്റെ മാർഗം പ്രകാശപൂരിതമാകട്ടെ, പ്രകാശമുള്ളതായിട്ട് മാറട്ടെ എന്ന് കവയിത്രി ആഗ്രഹിക്കുന്നു. യഹാം കവയിത്രി സ്വയം കാ അസ്തിത്വ മിട്ടാകർ അനന്ത പ്രകാശമേ വിലീൻ ഹോ ജാനേക്ക് കാമിന കർത്തി ഹെ. ഇവിടെ കവയിത്രി എന്താഗ്രഹിക്കുകയാണ്, സ്വയം കാ അസ്തിത്വ മിട്ടാകർ, തൻ്റേതായ അസ്തിത്വം എക്സിസ്റ്റൻസ് ഇല്ലാതാക്കിയിട്ട് കളഞ്ഞിട്ട് പരമാത്മാവിൽ അനന്ത പ്രകാശമാകുന്ന ലിമിറ്റ്ലെസ്സായ പ്രകാശം, അതായത് പരമാത്മാവിൽ വിലീൻ ഹോന, വിലയം പ്രാപിക്കുക, ലയിച്ചു തീരുക എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സെൻസ സാരേ ശീതൾ കോമൾ നൂതൻ മാംഗ് രഹേ തുജ്സേ ജ്വാല കൺ. തുജ്സേ ജ്വാലാകണ് മാംഗ് രഹേയും. ആരാണ് ഇത് ജ്വാലാകണ് ആവശ്യപ്പെടുന്നത് നോക്കാം. സാരേ ശീതൾ കോമൾ നൂതൻ. സാരേ ശീതൾ, कवित्री कहती है कि इस सारे संसार में, इस सारे संसार में जितने भी शीतल कोमल और नूतन എന്ന് പറഞ്ഞാൽ नए प्राणी है, जितने प्राणी है वे कवित्री की प्रभु भक्ति रूपी दीपक से, कवित्री की प्रभु भक्ति रूपी दीपक से आग की ज्वाला के कण या चिंगारी, ज्वाला कण, ज्वाला के कण या चिंगारी, ചിൻകാരി എന്ന് പറഞ്ഞാൽ തീപ്പൊരി, തീക്കനൽ, മാംഗ് രഹേയും. അപ്പം കവയിത്രിയോട് ആവശ്യപ്പെടുകയാണ്, കവയിത്രിയുടെ പ്രഭുഭക്തിയാകുന്ന ദീപത്തിൽ നിന്നും ഞങ്ങൾക്കും ഒരു കുറച്ച് ചിൻകാരി, കുറച്ച് തീക്കനൽ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇവിടുത്തെ മറ്റെല്ലാ ആളുകളും, എല്ലാ തരത്തിലുള്ള ജീവികളും. കവയിത്രിയോട് ചോദിക്കുകയാണ്, കവയിത്രിയുടെ ഭക്തി അവർക്കും വേണം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, इसका आशय यह है कि प्रभु के प्रति आस्था की किरणों को खोजने से भी लोगों को कहीं से भी नहीं मिली. അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭുക്ക് പ്രതി ആസ്ഥാക്കി കിരണേ, പ്രഭുവിനോട്, ഈശ്വരനോട് ആഗ്രഹമാണ്, ഈശ്വരനോട് ഇഷ്ടമാകുന്ന ഉള്ളത്. അപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ ആ കിരണങ്ങൾ അന്വേഷിച്ചിട്ടും എവിടെ നിന്നും ജനങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടില്ല. പ്രഭുഭക്തി എവിടെ നിന്നും കിട്ടിയില്ല. എവിടെ പ്രഭുഭക്തി ഉള്ളൂ? മഹാദേവിയുടെ മനസ്സിൽ. ഇൻ കിരണോം കി ഗർമി കെ അഭാവ് മേം, ഇൻ കിരണോം കി ഗർമി नहीं है,
അപ്പം ഈ ലോകത്തിൽ കിരണങ്ങളുടെ പ്രഭുഭക്തിയാകുന്ന കിരണങ്ങളുടെ രശ്മികൾ ഇല്ല. അതുകൊണ്ട് ഈ ലോകം എങ്ങനെയിരിക്കുന്നു? പ്രഭുഭക്തിക്ക് അഭാവമേം സമ്പൂർണ്ണ ജഗത്ത് ठंडा या शीतल प्रतीत होता है. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയിരിക്കുന്നത്. ജഗത്ത് സാരെ സംസാർ ശീതൾ और कोमल ठंडा पड़ जाता है प्रतीत होता है. ഇങ്ങനെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭാവമാണ്? ചൂടുള്ള കിരണങ്ങളുടെ അഭാവം കൊണ്ട്, ഭക്തിയാകുന്ന ചൂടുള്ള കിരണങ്ങളുടെ അഭാവം കൊണ്ടാണ് ഈ ജഗത്ത് ടണ്ട ആയി തീർന്നത്. വിശ്വശലഭ് സിർ ധുൻ കഹ്ത മേ ഹായ് ന ജൽ പായ തുജ്മേ മിൽ. വിശ്വശലഭ് സംസാരൂപി ശലഭ്. ശലഭ് എന്ന് പറഞ്ഞാൽ ശലഭം, അതിൽ വേറൊരു വേർഡാണ് പതംഗ. വിശ്വരൂപി പതംഗ. വിശ്വ എന്ന് പറഞ്ഞാൽ സംസാർ, ലോകം, വേൾഡ്. विश्वरूपी पतंग का सिर धुन कहता है. सिर धुन कर ദുഃഖി ഹോക്കർ തലപുകഞ്ഞിട്ട് അല്ലെ ദുഃഖിതനായിട്ട് ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. വേ പശ്ചാത്താകർ കഹത്താഹെ, പശ്ചാത്തപിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് പറയുകയാണ്, ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുകയാണ്? മേം ഹായ് ന ജൽ പായ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇതുപോലെ കത്താൻ പറ്റിയില്ല. തുജിമേ മിൽ, ദീപത്തോട് പറയുകയാണ്, എനിക്ക് നിന്നോട്, ദീപം കത്തുമ്പോൾ അതിൻ്റെ ചുറ്റിലും പ്രാണികൾ വന്ന് അതിൽ ചുറ്റും ഇങ്ങനെ മൂളി പറക്കുന്നു. അതിനുശേഷം അവസാനം അതിൽ തന്നെ വീണ് അത് കത്തി അമരുന്നു. അപ്പോൾ അങ്ങനെയാണ് പതംഗ. അപ്പോൾ ഇവിടെയും പതംഗ പറയുകയാണ്, വിശ്വരൂപി പതംഗ ദുഃഖി ഹോക്കർ कहता है कि प्रभु भक्ति रूपी दीपक के चारों मोर मंडराकर उसमें मिलकर या पढ़कर जल जाने का अवसर उन्हें नहीं मिल पाया है. അവർക്ക് എന്ത് അവസരം കിട്ടിയില്ല? പതംഗങ്ങൾ ഇങ്ങനെ പറയുകയാണ്, പ്രഭുഭക്തിയാകുന്ന ദീപത്തിൻ്റെ ചാരോമോർ മണ്ഡരാക്കർ, മണ്ഡരാന എന്നിങ്ങനെ ചുറ്റിലും മൂളിപ്പാട്ട് പാടി പറക്കുന്നതിനാണ് മണ്ഡരാന എന്ന് പറയുക, ചുറ്റും കറങ്ങുക. അപ്പം അങ്ങനെ കറങ്ങിയിട്ട് അതിൽ തന്നെ വീണ് കത്താനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് ഈ ശലഭങ്ങൾ, മറ്റുള്ള ശലഭങ്ങൾ, ഈ ലോകത്തിലെ ശലഭങ്ങൾ പറയുന്നത്. അതായത് संसार में या मनुष्य के मन में അഹങ്കാർ ഭറായ ഹെ. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ദീപത്തിൽ കത്തിയെരിയാൻ പറ്റാതിരുന്നത്? അവരുടെ മനസ്സിൽ അഹങ്കാരമാണുള്ളത്. മനുഷ്യക്കെ മൻമേം അഹങ്കാർ ഹെ, ഇസ്ലിയെ ജിസ്കെ മൻമേ അഹങ്കാർ ഹെ वो प्रभु भक्ति रूपी दीपक न जला सकता. ആരുടെ മനസ്സിലാണ് അഹങ്കാരമുള്ളത്? അവർക്ക് പ്രഭുഭക്തിയാകുന്ന ദീപത്തെ കത്തിക്കാൻ സാധിക്കുന്നില്ല. പ്രഭുഭക്തി അവരുടെ മനസ്സിൽ കത്തുന്നില്ല. ज्ञान का प्रकाश चारों मोर फैलाने के लिए अहंकार को मिटाना आवश्यक है. ജ്ഞാനമാകുന്ന പ്രകാശം പരത്തണമെങ്കിൽ മനുഷ്യൻ എന്ത് ഉപേക്ഷിക്കണം? അഹങ്കാരം ഇല്ലാതെയാക്കണം. അഹങ്കാരം ഇല്ലാതിരുന്നാൽ മാത്രമേ അവിടെ പ്രഭുഭക്തി ഉണ്ടാവുകയുള്ളൂ, പ്രഭുഭക്തിയാകുന്ന ദീപം കത്തുകയുള്ളൂ. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ അഹങ്കാരം ഇല്ലാതാക്കി ജ്ഞാനം അവിടെ ഉണ്ടാകണം, അല്ലെ പ്രഭുഭക്തി ഉണ്ടാകണം. ലേക്കിൻ വ അഹങ്കാർ കോ മിട്ടാന സക്ത, മനുഷ്യനാണെങ്കിലോ അഹങ്കാരം ഇല്ലാതാക്കാനും സാധിക്കുന്നില്ല. ഇസ്ലിയെ മേരി പ്രഭുഭക്തി കി ആസ്ഥാരൂപി ദീപക് തൂ ജൽ, സിഹർ സിഹർ മേരെ ദീപക് ജൽ. അതുകൊണ്ട് ദീപത്തിനോട് പറയുകയാണ്, തൂ സിഹർ സിഹർ ജൽത്താരഹ്, നീ എന്ത് ചെയ്തോളൂ, ഇതുപോലെ സിഹർ സിഹർ കർ ധീരെ ധീരെ തൂ ജൽത്താരഹ്, നീ കത്തിക്കൊണ്ടേയിരുന്നോളൂ എന്ന് ദീപത്തിനോട് പറയുന്നു. लासा जलते नभ में देख असंख्यक स्नेहहीन नित कितने दीपक. ജലത്തെ നഭ് എന്ന് പറഞ്ഞാൽ ആകാശമേ, സ്കൈയിലോട്ട് നോക്കിയിട്ട് രാത്രിയിലാണ് ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണപ്പെടും. അപ്പോൾ അങ്ങനെ കത്തുന്ന നക്ഷത്രങ്ങൾ, സ്റ്റാർസ് കാണുമ്പോൾ അതിങ്ങനെ പ്രകാശം ചൊരിയുന്നുണ്ട്, 4 ഭാഗത്തും മിന്നിത്തിളങ്ങുന്നുണ്ട്, പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് മിന്നിത്തിളങ്ങുന്നു സ്റ്റാർസ്. അപ്പം ജലത്തെ നഭുമേം ദേഖ് അസംഖ്യക്, അനേക്
अनेक नक्षत्रങ്ങൾ असंख्य तारे दिखाई देते हैं. कहाँ दिखाई देते हैं? आकाश में दिखाई देते हैं. कवित्री आकाश की ओर देखती हुई कहती है कि यहाँ असंख्य तारे दिखाई देते हैं. स्नेहहीन नित कितने दीपक है? अनेक दीपक हैं. वे स्नेहहीन नित എന്ന് പറഞ്ഞാൽ ഹമേശ നിത്യവും ഡെയിലി. സ്നേഹഹീൻ ഹെ, ഉസ്മേ സ്നേഹ നഹി ഹെ. സ്നേഹ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഓയിൽ, സ്നേഹം എന്ന അർത്ഥമുണ്ട്, വേറെ ഓയിൽ തേൽ എന്ന അർത്ഥവും ഉണ്ട്. അപ്പം ആ സ്റ്റാർസ് അവർ എന്ത് ചെയ്യുകയാണ്? സ്റ്റാർസ് വേ ഹമേശ സ്നേഹഹീൻ ഹോക്കർ തേൽ കെ ബിന ജൽത്തേ ദീപക് ഹെ. അവർ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായ, എണ്ണയില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപക് ആണ്. ഉന്മേം ഏക് ബി ഭക്തി കി കിരൺ സെ നഹി ജൽത്ത. അവരിലാണെങ്കിലോ ഭക്തിയുടെ കൊണ്ടല്ല അവർ കത്തുന്നത്, എണ്ണ അതിലില്ല. ഉസി പ്രകാർ മനുഷ്യോമേം, അതുപോലെ മനുഷ്യരിലാണെങ്കിലോ സ്നേഹഹീനത ഹെ, സ്നേഹഹീൻ ഹെ. മനുഷ്യമേം ബി സ്നേഹ നഹി ഹെ, उनमें भक्ति नहीं है. उनमें फिर क्या है? अहंकार है. उनके मन में अहंकार है, भक्ति नहीं है. जलमय सागर का उर जलता. ജലമയ സാഗർ, സാഗർ ജലമയ ഹെ, ജലം നിറഞ്ഞിരിക്കുന്നതാണ് സാഗർ. സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്ര. ക ഉര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ, വക്ഷസ്ഥൽ, ഹൃദയ. അപ്പം സാഗർ ജലമയ ഹെ. ചാരോമോർ സമുദ്രമേം സബ്കഹിയും പാനി ഹി. എല്ലായിടത്തും വെള്ളം തന്നെയാണുള്ളത്. സാഗർ വെള്ളം നിറഞ്ഞിരിക്കുന്ന സാഗർ ആണ്. ലേക്കിൻ ഉസ്കാ ഉര് ജൽത്താ ഹെ. ലേക്കിൻ അതിൻ്റെ അതിൻ്റെ നെഞ്ച് എന്ത് ചെയ്യുകയാണ്? കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് വേനൽക്കാലങ്ങളിലാണെങ്കിൽ വേനൽക്കാലങ്ങളിൽ സൂര്യൻ്റെ തീക്ഷ്ണമായ ചൂടുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഗർമിയെ കൊണ്ട് എന്താകുകയാണ്? വെള്ളം നീരാവിയായിട്ട് ഉയർന്ന് മേലോട്ട് പോകും. അപ്പോൾ ജലമയ സാഗർ का उर जलता है. सागर जलमय है, फिर भी उसका उर जलता है. कैसे जलता है? सूरज की तेज किरणों की गर्मी से समुद्र का जल भाप बनकर बादल में परिवर्तित होता है. സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ട്, തീക്ഷ്ണമായ കിരണങ്ങളുടെ ചൂട് കൊണ്ട് എന്താകുന്നു? സമുദ്രത്തിലെ ജലം നീരാവിയായിട്ട് പിന്നെ ബാദലായിട്ട് ചേഞ്ച് ആകുന്നു. മേഘമായിട്ട്, കാർമേഘമായിട്ട് അവിടെ പരിവർത്തൻ ഉണ്ടാകുന്നു. ഇസ് പ്രക്രിയാമേ സാഗർ ഗർമി സെ തപ്താ ഹെ. ഈ പ്രക്രിയയിൽ, ഈ പ്രോസസ്സിൽ ഇങ്ങനെ ഇവാപ്രേഷൻ നടക്കുന്നു. അപ്പോൾ ആ പ്രക്രിയയിൽ സാഗർ എന്താകുവാണ്? ഗർമി സെ തപ്താ ഹെ. ഗർമി കൊണ്ട്, ചൂട് കൊണ്ട് അത് ചൂട് പിടിക്കുകയാണ്, അതിലെ വെള്ളം. ബാദൽ വിദ്യുത് ലേ ഗിർത്താ ഹെ. ബാദൽ എന്താകുവാണ്? ആകാശത്തിൽ ബാദലായിട്ട് തീരുന്നു, മേഘമായിട്ട്, കാർമേഘമായിട്ട് ആവുകയാണ് ചെയ്യുന്നത്. ആ ബാദൽ പിന്നീട് എന്താവുകയാണ്? ബാദൽ വിദ്യുത് ലേ ഗിർത്താ ഹെ. വിദ്യുത് എന്ന് പറഞ്ഞാൽ മിന്നലായിക്കൊണ്ട്. അപ്പം ബാദൽ ഫിർ ക്യാ ഹോത്താ ഹെ? ചമക്തി ഹുയി ബിജലി സെ ഘിരേ ഹുയേ ഹെ. ബാദൽ പിന്നീട് ചമക്തി ഹുയി, തിളങ്ങുന്ന മിന്നൽ കൊണ്ട് ചുറ്റപ്പെട്ടതായിട്ട് മാറുന്നു. ബാദലിന് ചുറ്റിലും, കാർമേഘത്തിന് ചുറ്റിലും മിന്നലും കൂടി ഉണ്ടാവുന്നു. വിദ്യുത് ലേ ഗിർത്താ ഹെ ബാദൽ. ഘിർന എന്ന് പറഞ്ഞാൽ, ഘേർന എന്ന് പറഞ്ഞാൽ ചുറ്റുക, വളയുക എന്നാണ്. അപ്പം ബാദൽ ചുറ്റപ്പെടും. എന്ത്? വിദ്യുത് ലേ ഗിർത്താ ഹെ ബാദൽ. മിന്നലോടുകൂടി ഇങ്ങനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. ബാദലും കൂടിയുണ്ട് ആകാശത്തിൽ. വിഹസ് മേരെ ദീപക്. അപ്പോൾ അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഇസി പ്രകാർ അസംഖ്യ നഭ്, ആകാശത്തിൽ എന്തുണ്ട്? അസംഖ്യ നക്ഷത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഉസി പ്രകാർ അസംഖ്യ മനുഷ്യ, ലോകത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അസംഖ്യ മനുഷ്യണ്ട്. ആകാശത്തിൽ അനേക താരങ്ങളുള്ളതുപോലെ ഈ സംസാർ में अनेक असंख्य मनुष्य हैं. वे सांसारिक सुख और ऐश्वर्य से परिपूर्ण होकर भी अशांत है. അവരൊക്കെ അശാന്തരാണ്. എല്ലാ ഐശ്വര്യങ്ങളുണ്ട്, സാംസാരിക സുഖം, ലൗകിക ജീവിതം അനുഭവിക്കുന്നുണ്ട്, ഐശ്വര്യങ്ങൾ
കൊണ്ട് പരിപൂർണമായിട്ടും അവരുടെ ജീവിതം അശാന്തമാണ്. സമുദ്രത്തിൽ വെള്ളം ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ അതിൻ്റെ ഹൃദയം ജ്വലിക്കുന്നു, കത്തുന്നു. അതുപോലെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലും സുഖവും ഐശ്വര്യവും ഒക്കെ ഉണ്ടെങ്കിലും കൂടി അവരുടെ മനസ്സ് അശാന്തമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഉൻകാ ഹൃദയ അഹങ്കാർ ഈർഷ്യ ഘൃണ ആദിക്ക് ആഗസെ നിരന്തർ ജലത്തെ രഹത്തെയും. അവരുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞതാണ്. ഈർഷ്യ, അസൂയയുണ്ട്, ഘൃണ, വെറുപ്പ്, ഇങ്ങനെയുള്ള തീ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്, അത് കത്തുന്നതാണ് അവരുടെ മനസ്സ്. കവിത്രി മൻമേ സ്ഥിത് ദീപക് സേ കഹ്തി ഹെ. തൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതായ ദീപകിനോട് പറയുകയാണ് ലാസ്റ്റ് ലൈൻ, വിഹസ് വിഹസ് മേരെ ദീപക് ജൽ. മേരെ ദീപക് തൂ ജൽ. എങ്ങനെ ജ്വലിച്ചോളൂ? വിഹസ് വിഹസ്, ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നീ ജ്വലിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ കവിത്രി അപ്പനെ മൻമേ സ്ഥിത് ദീപക് സേ ക്യാ കഹ്തി ഹെ, तू खुशी से और ज़ोर ज़ोर से जलते हुए प्रभु या प्रियतम का पद ആലോകിത് ഹോജ. നീ എന്ത് ചെയ്യുക? ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? തൻ്റെ പ്രിയതമിൻ്റെ അല്ലെ ഈശ്വരൻ്റെ മാർഗം, പരമാത്മാവിൻ്റെ മാർഗത്തെ പ്രകാശപൂരിതമാകൂ. और विश्व के सारे मानव उस पद को पहचान कर उसी रास्ते से चल सके. അപ്പോൾ ഈശ്വരൻ്റെ മാർഗവും പ്രകാശപൂരിതമാക്കുക. അതുപോലെ വിശ്വക്കെ സാര്യമാനം, ഈ ലോകത്തിലെ എല്ലാ മാനവനും എല്ലാ മനുഷ്യർക്കും ആ മാർഗത്തെ തിരിച്ചറിഞ്ഞിട്ട് അതേ രാസ്തയിലൂടെ പോകാനും സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവരിലും ഭക്തി ഉണ്ടാകട്ടെ. ഇനി ലാസ്റ്റ് ഈ കവിത തീർന്നു. ഇനി ഇതിൽ ലാസ്റ്റ് കവിയത്രി പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ കവിതയിലൂടെ കവിയത്രി പറയുന്നതാണ്, इस कविता में कवियत्री स्वानुभूति को सर्वजनों की अनुभूति बनाकर एक रसता लाना चाहती है. സ്വാനുഭൂതി, സ്വന്തം അനുഭൂതിയെ, സ്വന്തം അനുഭവത്തെ, സർവജനിക്ക് അനുഭൂതി, എല്ലാവരുടെയും അനുഭൂതിയാക്കി മാറ്റുക. എൻ്റെ അനുഭവവും എല്ലാവരിലും ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും എൻ്റെ പോലെ തന്നെയായിട്ട് ഏകത്വം സ്ഥാപിക്കുക. ഏകരസത ലാന ചാഹത്തി. എല്ലാവരിലും ഇതുപോലെ എന്നെപ്പോലെ ജ്വലിച്ചുകൊണ്ട് ഭക്തി ഉണ്ടായിക്കൊണ്ട് ഭക്തിയാകുന്ന ദീപം കത്തിച്ചുകൊണ്ട് ഈശ്വരന് താതാത്മ്യം പ്രാപിക്കട്ടെ എന്ന് കവയിത്രി ആഗ്രഹിക്കുന്നു. ധന്യവാദം.